എന്റെ വീഡിയോകൾക്ക് നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങൾ എഴുതി, അതിനെല്ലാം വളരെ നന്ദിയുണ്ട്. ഇന്ന് നമുക്ക് മറ്റൊരു കഥയിലേക്ക് കടക്കാം. കുരങ്ങനും മുതലയും. ദ മങ്കി ആൻഡ് ദ ക്രോക്കഡൈൽ. പണ്ട് ഒരു പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടി കുരങ്ങൻ താമസിച്ചിരുന്നു. പണ്ട്, വൺസ് അപ്പോൺ എ ടൈം എന്ന് നമ്മൾ എപ്പോഴും പറയേണ്ടതില്ല. ഇന്ന് നമുക്ക് ലോങ് എഗോ എന്ന് പറയാം. ലോങ് എഗോ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിക്കുരങ്ങൻ താമസിച്ചിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള എന്നതിനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ക്യൂട്ട്. കുട്ടിക്കുരങ്ങൻ, ലിറ്റിൽ മങ്കി. ലോങ് എഗോ എ ക്യൂട്ട് ലിറ്റിൽ മങ്കി ലിവ്ഡ്. എവിടെ? ഒരു മരത്തിൽ. ഇൻ എ ട്രീ. എവിടെയുള്ള? ഒരു പുഴയുടെ കരയിലുള്ള. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഞാൻ ഇംഗ്ലീഷ് പറയാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ സ്വന്തമായി ചിന്തിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ട്രെയിനിങ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കഥകൾ മലയാളത്തിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിലേക്കാക്കാൻ പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കുമ്പോഴുള്ള കുഴപ്പം എന്താണ്? അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ നമ്മളത് ഇംഗ്ലീഷിലേക്ക് ആക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമുക്ക് ആ ട്രെയിനിങ് കിട്ടുമോ? ഇല്ല. എന്നാൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പഠിക്കുമ്പോൾ നാളെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ വളരെ എളുപ്പത്തിൽ പറയാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഈ ട്രെയിനിങ് നന്നായി പ്രയോജനപ്പെടുത്തുക. നമുക്ക് കഥയിലേക്ക് വരാം. കഥ തുടരാം. ലോങ് എഗോ എ ക്യൂട്ട് ലിറ്റിൽ മങ്കി ലിവ്ഡ് ഇൻ എ ട്രീ. എവിടെയുള്ള? ഒരു പുഴയുടെ തീരത്തുള്ള. ഓൺ ദ ബാങ്ക് ഓഫ് എ റിവർ. ഇവിടെ ബാങ്ക് എന്ന വാക്കിന്റെ അർത്ഥം തീരം എന്നാണ്. നമ്മൾ പണം ഇടുന്ന ബാങ്കിന് മാത്രമല്ല ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് ഓഫ് എ റിവർ, ഒരു പുഴയുടെ തീരത്തുള്ള. ലോങ് എഗോ എ ക്യൂട്ട് ലിറ്റിൽ മങ്കി ലിവ്ഡ് ഇൻ എ ട്രീ ഓൺ ദ ബാങ്ക് ഓഫ് എ റിവർ. മരം നിറച്ച് പഴങ്ങളായിരുന്നു. ദ ട്രീ വാസ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. നിറച്ചു പഴങ്ങളായിരുന്നു. ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. കുരങ്ങൻ ആ പഴങ്ങൾ തിന്ന് സന്തോഷമായി ജീവിക്കുകയായിരുന്നു. കുരങ്ങൻ ജീവിക്കുകയായിരുന്നു. ദ മങ്കി വാസ് ലിവിങ്. എങ്ങനെ? സന്തോഷമായി. ഹാപ്പിലി. ദ മങ്കി വാസ് ലിവിങ് ഹാപ്പിലി. ആ പഴങ്ങൾ തിന്ന്. ഈറ്റിംഗ് ദോസ് ഫ്രൂട്ട്സ്. ദ മങ്കി വാസ് ലിവിങ് ഹാപ്പിലി ഈറ്റിംഗ് ദോസ് ഫ്രൂട്ട്സ്. ഒരു ദിവസം ഒരു മുതല ആ മരത്തിന്റെ ചുവട്ടിൽ വന്നുപെട്ടു. വൺ ഡേ, ഒരു ദിവസം ഒരു മുതല വന്നുപെട്ടു. വന്നുപെട്ടു എന്ന് പറഞ്ഞാൽ വരാനിടയായി, യാദൃശ്ചികമായി വന്നു എന്നാണ് അല്ലെ. അപ്പൊ അതെങ്ങനെ പറയും? വൺ ഡേ എ ക്രോക്കഡൈൽ happened to come. ആ മരത്തിന്റെ ചുവട്ടിൽ. Under that tree. One day a crocodile happened to come under that tree. മരത്തിലെ പഴങ്ങളുടെ മനം മയക്കുന്ന സുഗന്ധം അവന്റെ മൂക്കിൽ തുളച്ചു കയറി. മനം മയക്കുന്ന സുഗന്ധം. അതെങ്ങനെ പറയും? The mesmerizing aroma. എന്തിന്റെ? ആ മരത്തിലെ പഴങ്ങളുടെ അല്ലെ. The mesmerizing aroma of the fruits of the tree. അവന്റെ മൂക്കിൽ തുളച്ചു കയറി. Penetrated his nose. Penetrate എന്ന് പറഞ്ഞാൽ തുളച്ചു കയറുക. നോസ്, മൂക്ക്. The mesmerizing aroma of the fruits of the tree penetrated his nose. അവൻ എല്ലായിടത്തും നോക്കി. He looked everywhere. Everywhere എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. പക്ഷെ ഒരു പഴം പോലും കിട്ടിയില്ല. But കിട്ടിയില്ല എന്ന് എങ്ങനെ പറയും? Didn't get. Didn't got അല്ല, didn't get. ഒരു പഴം പോലും. A single fruit. He looked everywhere but didn't get a single fruit. കുരങ്ങൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. The monkey was watching everything. എല്ലാം, everything. അവൻ മുതലയെ വിളിച്ചു. Hello. He called the crocodile. Hello. മുതല മുകളിലേക്ക് നോക്കി. The crocodile looked up. ഈ പഴം വേണോ? കുരങ്ങൻ ചോദിച്ചു. Do you want this fruit? The monkey asked. വേണം, മുതല പറഞ്ഞു. Yes, the crocodile said. കുരങ്ങൻ മരത്തിന്റെ ഒരു കൊമ്പ് മെല്ലെ കുലുക്കി. കുരങ്ങൻ മെല്ലെ കുലുക്കി. The monkey gently shook. Gently എന്ന് പറഞ്ഞാൽ മെല്ലെ, സാവകാശം. Shook, ഷെയ്ക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. കുലുക്കി. എന്ത്? മരത്തിന്റെ ഒരു കൊമ്പ്. A branch of the tree. The monkey gently shook a branch of the tree. അപ്പോൾ ധാരാളം പഴങ്ങൾ താഴെ വീണു. Then ധാരാളം പഴങ്ങൾ താഴെ വീണു. A lot of fruits fell down. Fall down, വീഴുക. Fell down, വീണു. Then a lot of fruits fell down.
മുതല അവ ഒന്നൊന്നായി തിന്നാൻ തുടങ്ങി. മുതല തിന്നാൻ തുടങ്ങി. ദ ക്രോക്കഡൈൽ ബിഗാൻ ടു ഈറ്റ്. എന്ത്? അവ, ദം, ഒന്നൊന്നായി, വൺ ബൈ വൺ. ദ ക്രോക്കഡൈൽ ബിഗാൻ ടു ഈറ്റ് ദം വൺ ബൈ വൺ. പെട്ടെന്ന് അവന് ഭാര്യയെ ഓർമ്മ വന്നു. പെട്ടെന്ന്, സഡൻലി അവന് ഭാര്യയെ ഓർമ്മ വന്നു. ഹി റിമെമ്പേർഡ് വൈഫ്. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞാൽ ആരുടെ ഭാര്യയെ എന്ന് ചോദ്യം വരും. ഇംഗ്ലീഷുകാർക്ക് ഒട്ടും വിശ്വാസമില്ല. അവന് ഭാര്യയെ ഓർമ്മ വന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന് അവന്റെ ഭാര്യയെ ഓർമ്മ വന്നു എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ അത് പ്രത്യേകം പറയണം. ഹി റിമെമ്പേർഡ് ഹിസ് വൈഫ്. ഓക്കെ. ബാക്കിയുള്ള പഴങ്ങൾ അവൻ അവൾക്കായി പെറുക്കിയെടുത്തു. ഹി കളക്റ്റഡ് ബാക്കിയുള്ള പഴങ്ങൾ. ദ റെസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ്. പഴങ്ങളിൽ ബാക്കിയുള്ളത്. റെസ്റ്റ് എന്ന് ഇവിടെ പറയുന്നത് ബാക്കിയുള്ള എന്നാണ്. വേറൊരു റെസ്റ്റ് ഉണ്ട്, അതിന്റെ അർത്ഥം വിശ്രമം എന്നാണ്. എന്നാൽ ഇവിടെ ബാക്കിയുള്ള എന്ന അർത്ഥമാണ്. ദ റെസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് അവൾക്കായി, ഫോർ ഹെയർ. ഹി കളക്റ്റഡ് ദ റെസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് ഫോർ ഹെയർ. കുരങ്ങന്റെ ഔദാര്യത്തിന് നന്ദി പറഞ്ഞ് മുതല വേഗം വീട്ടിലേക്ക് മടങ്ങി. കുരങ്ങന്റെ ഔദാര്യത്തിന് നന്ദി പറഞ്ഞ അത് ഒരു ഇൻട്രൊഡക്ടറി ഫ്രേസ് ആണ് അല്ലെ. അത് നമുക്ക് ആദ്യം പറയാം. താങ്കിങ് ദ മങ്കി ഫോർ ഹിസ് ജനറോസിറ്റി. ജനറോസിറ്റി എന്നാണ് ഔദാര്യത്തിന് പറയുന്നത്. മുതല എന്ത് ചെയ്തു? വേഗം വീട്ടിലേക്ക് മടങ്ങി. ദ ക്രോക്കഡൈൽ ക്വിക്ക്ലി റിട്ടേൺഡ് ഹോം. താങ്കിങ് ദ മങ്കി ഫോർ ഹിസ് ജനറോസിറ്റി, ദ ക്രോക്കഡൈൽ ക്വിക്ക്ലി റിട്ടേൺഡ് ഹോം. ഭർത്താവ് നേരത്തെ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ മുതലയുടെ ഭാര്യയ്ക്ക് ആശ്ചര്യമായി. ദ ക്രോക്കഡൈൽസ് വൈഫ് വാസ് സർപ്രൈസ്ഡ്. എപ്പോൾ? ഭർത്താവ് നേരത്തെ വരുന്നത് കണ്ടപ്പോൾ. വെൻ ഷീ സോ ഹസ്ബൻഡ് റിട്ടേണിംഗ് ഏർലി. അങ്ങനെയാണോ? അല്ല, അവളുടെ ഭർത്താവ് തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ എന്ന് പറയണം. വെൻ ഷീ സോ ഹെർ ഹസ്ബൻഡ് റിട്ടേണിംഗ് ഏർലി. ദ ക്രോക്കഡൈൽസ് വൈഫ് വാസ് സർപ്രൈസ്ഡ് വെൻ ഷീ സോ ഹെർ ഹസ്ബൻഡ് റിട്ടേണിംഗ് ഏർലി. ഇന്ന് എന്താ ഇത്ര നേരത്തെ? അവൾ ആരാഞ്ഞു. വൈ സോ ഏർലി ടുഡേ? ഷീ ഇൻക്വയർഡ്. ഇൻക്വയർഡ് എന്ന് പറഞ്ഞാൽ ആരായുക, ചോദിക്കുക. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എൻക്വയർഡ് എന്നാണ്, അമേരിക്കയിൽ ഇൻക്വയർഡ് എന്നാണ് പറയുന്നത്. വൈ സോ ഏർലി ടുഡേ? ഷീ ഇൻക്വയർഡ്. ഞാൻ നിനക്ക് ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്, മുതല പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഐ ഹാവ് ബ്രോട്ട്. ഒരു സൂത്രം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഒരു സൂത്രം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. ഐ ഹാവ് ബ്രോട്ട് സംതിങ് വെരി സ്പെഷ്യൽ ഫോർ യു. നിനക്ക് വേണ്ടി. ദ ക്രോക്കഡൈൽ സെഡ്. അവൻ ഒരു പഴമെടുത്ത് അവൾക്ക് കൊടുത്തു. ഹി ടുക്ക് എ ഫ്രൂട്ട് ആൻഡ് ഗേവ് ഹെർ. ടുക്ക് ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഗേവ് ഗിവിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അവൾ അത് വേഗം രുചിച്ചു നോക്കി. ഷീ ക്വിക്ക്ലി ടേസ്റ്റഡ് ഇറ്റ്. എന്നിട്ട് വിടർന്ന ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി. ദെൻ ലുക്ക്ഡ് അറ്റ് ഹിം. അവനെ നോക്കി. എങ്ങനെ? വിത്ത് എ ബ്രോഡ് സ്മൈൽ ഓൺ ഹെർ ഫേസ്. പുഞ്ചിരി മുഖത്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഇംഗ്ലീഷിൽ ഓൺ ഹെർ ഫേസ് എന്നുകൂടി പറയുമ്പോഴാണ് അതൊന്ന് പൂർണ്ണമാകുന്നത്. ഷീ ക്വിക്ക്ലി ടേസ്റ്റഡ് ഇറ്റ്, then looked at him with a broad smile on her face. അവൻ ആ പഴമെല്ലാം അവൾക്ക് കൊടുത്തു. He gave her all those fruits. അവൾ അതെല്ലാം പെട്ടെന്ന് അകത്താക്കി. പെട്ടെന്ന് നമുക്ക് വേറൊരു വാക്ക് ഉപയോഗിക്കാം, സ്വിഫ്റ്റ്ലി. ഷീ സ്വിഫ്റ്റ്ലി അതെല്ലാം അകത്താക്കി. കൺസ്യൂംഡ് ദം ഓൾ. കൺസ്യൂം എന്ന് പറഞ്ഞാൽ തിന്നുക, അകത്താക്കുക എന്നൊക്കെയാണ്. ഷീ സ്വിഫ്റ്റ്ലി കൺസ്യൂംഡ് ദം ഓൾ. എന്നിട്ട് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു. ദെൻ ഷീ ഹഗ്ഡ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ആസ്ക്ഡ്. ഹഗ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുകയാണ്. എവിടെന്നാ ഇത്? വെർ ഈസ് ദിസ് ഫ്രം? മുതല കഥ മുഴുവനും അവളോട് പറഞ്ഞു. ദ ക്രോക്കഡൈൽ റിലേറ്റഡ്. വിസ്തരിച്ചു പറഞ്ഞു അല്ലെ. കഥയെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. അതിന് റിലേറ്റഡ് എന്ന് നമുക്ക് പറയാം. ദ ക്രോക്കഡൈൽ റിലേറ്റഡ് ദ ഹോൾ സ്റ്റോറി ടു ഹെർ. ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവനും എന്നാണ്. വേറൊരു ഹോൾ ഉണ്ട്, HOLE. അതിന്റെ അർത്ഥം ദ്വാരം എന്നാണ്. ഇവിടെ WHOLE, ഹോൾ, മുഴുവനും. ദ ക്രോക്കഡൈൽ റിലേറ്റഡ് ദ ഹോൾ സ്റ്റോറി ടു ഹെർ. രാത്രിയിൽ അവൾ ചിന്തിക്കാൻ തുടങ്ങി. രാത്രിയിൽ, അറ്റ് നൈറ്റ്, അവൾ ചിന്തിക്കാൻ തുടങ്ങി. ഷീ ബിഗാൻ ടു തിങ്ക്.
എന്താണ് അവൾ ചിന്തിച്ചത്? ഈ പഴത്തിന് ഇത്ര രുചിയാണെങ്കിൽ ഇത് ദിവസവും തിന്നുന്ന ആ കുരങ്ങന്റെ ഹൃദയത്തിന് എത്ര രുചിയായിരിക്കും. ഈ പഴത്തിന് ഇത്ര രുചിയാണെങ്കിൽ എങ്കിൽ എന്ന അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ ഇഫ് എന്ന വാക്ക് ചേർത്ത് പറയണം. ഇഫ് ദിസ് ഫ്രൂട്ട് ഈസ് സോ ടേസ്റ്റി, ആ കുരങ്ങന്റെ ഹൃദയത്തിന് എന്ത് രുചിയായിരിക്കും. ഹൗ ടേസ്റ്റി ദ ഹാർട്ട് ഓഫ് ദാറ്റ് മങ്കി വുഡ് ബി. കാരണം എന്താണ്? അവൻ ദിവസവും തിന്നുകയാണ് അല്ലെ. ഹു ഈറ്റ്സ് ഇറ്റ് ഡെയിലി. If this fruit is so tasty, how tasty the heart of that monkey would be who eats it daily. പിറ്റേ ദിവസം രാവിലെ അവൾ ഭർത്താവിനോട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ, ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ദ ഫോളോവിംഗ് മോർണിംഗ് എന്ന് പറയാം. അതാണ് കുറച്ചുകൂടി നാച്ചുറൽ. ദ ഫോളോവിംഗ് മോർണിംഗ് അവൾ ഭർത്താവിനോട് പറഞ്ഞു. ഷീ ടോൾഡ് ഹസ്ബൻഡ്. അങ്ങനെയാണോ? അല്ല, ഷീ ടോൾഡ് ഹെർ ഹസ്ബൻഡ്. എന്തു പറഞ്ഞു? എനിക്കൊരു സാധനം വേണം. ഐ വോണ്ട് സംതിങ്. സംതിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും എന്നുള്ള അർത്ഥത്തിലല്ല, ഇവിടെ ഒരു പർട്ടിക്കുലർ സാധനം എന്ന അർത്ഥത്തിലാണ് ഇത് വരുന്നത്. ഐ വോണ്ട് സംതിങ്. എന്താ നിനക്ക് വേണ്ടത്? മുതല ചോദിച്ചു. വാട്ട് ഡു യു വാണ്ട്? ദ ക്രോക്കഡൈൽ ആസ്ക്ഡ്. എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം. ഐ വോണ്ട് ദാറ്റ് മങ്കീസ് ഹാർട്ട്. മുതല ഞെട്ടിപ്പോയി. ദ ക്രോക്കഡൈൽ വാസ് ഷോക്ക്ഡ്. എന്ത്? കുരങ്ങന്റെ ഹൃദയമോ? വാട്ട്? ദ ഹാർട്ട് ഓഫ് ദ മങ്കി? ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു. അതെ, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. അവൾ തീർത്തു പറഞ്ഞു. യെസ്, ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട്. ഷീ അസേർട്ടഡ്. അസേർട്ട് എന്ന് പറഞ്ഞാൽ തീർത്തു പറയുക, തറപ്പിച്ചു പറയുക എന്നാണ്. ഇല്ല, എനിക്ക് അവനെ കൊല്ലാൻ പറ്റില്ല. നോ, ഐ കാൺട്ട് കിൽ ഹിം. ഐ കാൺട്ട് എന്ന് പറഞ്ഞാൽ ഐ കനോട്ട്. ഐ കാൺട്ട് കിൽ ഹിം. അവൻ എന്റെ കൂട്ടുകാരനാണ്. ഹി ഈസ് മൈ ഫ്രണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു. Then she said, നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകും. നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ എങ്കിൽ ഇഫ് എന്ന വാക്ക് ചേർത്ത് തുടങ്ങണം അല്ലെ. ഇഫ് യു ഡോണ്ട് ഡു ദിസ്, ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകും. ഐ വിൽ ലീവ് യു. മുതല ധർമ്മസങ്കടത്തിലായി. ദ ക്രോക്കഡൈൽ വാസ് ഇൻ എ ഡിലേമ. ഡിലേമ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥയിലായി. ഡൈലേമ എന്നാണ് ബ്രിട്ടീഷുകാർ പറയുന്നത്. ദ ക്രോക്കഡൈൽ വാസ് ഇൻ എ ഡിലേമ. ഒന്നും മിണ്ടാതെ അവൻ പുറത്തേക്ക് പോയി. ഹി വെന്റ് ഔട്ട്. ഒന്നും മിണ്ടാതെ, വിതൗട്ട് സേയിങ് എനിത്തിങ്. മുതലയെ കണ്ട മാത്രയിൽ കുരങ്ങൻ ചോദിച്ചു. കണ്ട മാത്രയിൽ, കണ്ട ഉടനെ, അങ്ങനെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് as soon as he saw the crocodile, the monkey asked. ആന്റിക്ക് പഴങ്ങളൊക്കെ ഇഷ്ടമായോ? Did auntie like the fruits? ഒരുപാട് ഇഷ്ടമായി, മുതല പറഞ്ഞു. Yes, very much, said the crocodile. The crocodile said എന്നതിന് പകരം said the crocodile എന്നും പറയാം. നിന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവൾ എന്നോട് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. She has asked me, നിന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ. To bring you home. അവൾ നിനക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. She has prepared ഒരു സദ്യ, a feast for you, നിനക്ക് വേണ്ടി. She has prepared a feast for you. കുരങ്ങിന് വലിയ സന്തോഷമായി. The monkey was very happy. വാ, എന്റെ പുറത്ത് കയറിക്കോളൂ, മുതല പറഞ്ഞു. Come, get on to my back, the crocodile said. അവർ പുഴയിലൂടെ മറുകരയിലേക്ക് യാത്രയായി. They traveled. പുഴയിലൂടെ മറുകരയിലേക്ക്. പുഴയിലൂടെ എന്ന് പറയുമ്പോൾ പുഴ ക്രോസ് ചെയ്ത് അങ്ങനെയുള്ള മറുകരയിലേക്ക് പോകുന്നത്. അപ്പോൾ across the river എന്ന് പറയുന്നത്. They traveled across the river. മറുകരയിലേക്ക്. To the other side. They traveled across the river to the other side. പുഴയുടെ നടുക്കെത്തിയപ്പോൾ മുതല വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ എന്ന് പറയാനായിട്ട് നമ്മൾ when എന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങും. എത്തിയപ്പോൾ എന്ന് പറയുമ്പോൾ അവർ എത്തിയപ്പോൾ അല്ലെ, അതും നമ്മൾ പറയണം. When they reached, എവിടെ? പുഴയുടെ നടുക്ക്. The middle of the river. When they reached the middle of the river, മുതല വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. The crocodile began to sink in the water. സിങ്ക് എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നാണ്. വേറൊരു സിങ്ക് ഉണ്ട്, നമ്മൾ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുന്ന ആ സാധനത്തിനാണ് സിങ്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ സിങ്ക് എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നാണ്. അപ്പോൾ when they reached the middle of the river, the crocodile began to sink in the water. നീ എന്താണ് ഈ ചെയ്യുന്നത്? കുരങ്ങൻ ചോദിച്ചു. What are you doing? The monkey asked. ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്.
എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഗോയിങ് ടു. ഐ ആം ഗോയിങ് ടു കിൽ യു സെഡ് ദ ക്രോക്കഡൈൽ. എന്തിന്? വിറച്ചുകൊണ്ട് കുരങ്ങൻ ചോദിച്ചു. വൈ? ദ മങ്കി ആസ്ക്ഡ് ഷിവറിംഗ്. വിറച്ചുകൊണ്ട്. എന്റെ ഭാര്യയ്ക്ക് നിന്റെ ഹൃദയം തിന്നണം. മൈ വൈഫ് വാണ്ട്സ് ടു ഈറ്റ് യുവർ ഹാർട്ട്. ഉടനെ കുരങ്ങൻ ചിരിക്കാൻ തുടങ്ങി. ഉടനെ, ഇമ്മീഡിയറ്റ്ലി കുരങ്ങൻ ചിരിക്കാൻ തുടങ്ങി. ദ മങ്കി ബിഗാൻ ടു ലാഫ്, അല്ലെങ്കിൽ ദ മങ്കി സ്റ്റാർട്ടഡ് ലാഫിംഗ്. എന്തിനാണ് ഈ ചാകാൻ നേരത്തെ നീ ചിരിക്കുന്നത്? മുതല ആശ്ചര്യത്തോടെ ചോദിച്ചു. എന്തിനാണ് നീ ചിരിക്കുന്നത്? വൈ ആർ യു ലാഫിംഗ്? എപ്പോൾ? ഈ ചാകാൻ പോകുന്ന നേരത്തെ. വെൻ യു ആർ ഗോയിങ് ടു ഡൈ. വൈ ആർ യു ലാഫിംഗ് വെൻ യു ആർ ഗോയിങ് ടു ഡൈ? മുതല ആശ്ചര്യത്തോടെ ചോദിച്ചു. ദ ക്രോക്കഡൈൽ ആസ്ക്ഡ് ഇൻ വണ്ടർ. ആശ്ചര്യത്തോടെ. എന്റെ ചങ്ങാതി, നീ അത് നേരത്തെ പറയണ്ടായിരുന്നോ? കുരങ്ങൻ പറഞ്ഞു. എന്റെ ചങ്ങാതി, മൈ ഫ്രണ്ട്, നീ അത് നേരത്തെ പറയണ്ടായിരുന്നോ? യു ഷുഡ് ഹാവ് ടോൾഡ് ദാറ്റ് ഏർലിയർ. ഇവിടെ നീ അത് എന്നോട് നേരത്തെ പറയണമായിരുന്നു എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിൽ കുറച്ചുകൂടി നാച്ചുറൽ. യു ഷുഡ് ഹാവ് ടോൾഡ് മീ ദാറ്റ് ഏർലിയർ സെഡ് ദ മങ്കി. കുരങ്ങൻ പറഞ്ഞു. എന്തു പറ്റി? മുതല ചോദിച്ചു. വാട്ട് ഹാപ്പൻഡ്? ദ ക്രോക്കഡൈൽ ഇൻക്വയർഡ്. ഞാൻ എപ്പോഴും എന്റെ ഹൃദയം ആ മരത്തിലാണ് സൂക്ഷിക്കുന്നത്. ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നത്. ഐ ഓൾവേസ് കീപ് എന്ത്? എന്റെ ഹൃദയം, മൈ ഹാർട്ട്. എവിടെ? ആ മരത്തില്. ഇൻ ദാറ്റ് ട്രീ. ഐ ഓൾവേസ് കീപ് മൈ ഹാർട്ട് ഇൻ ദാറ്റ് ട്രീ. നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് കൊണ്ടുവരുമായിരുന്നു. നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് ടോൾഡ് മീ, ഞാനത് കൊണ്ടുവരുമായിരുന്നു. ഐ വുഡ് ഹാവ് ബ്രോട്ട് ഇറ്റ്. ഇഫ് യു ഹാഡ് ടോൾഡ് മീ, ഐ വുഡ് ഹാവ് ബ്രോട്ട് ഇറ്റ്. ഒരു കാര്യം ചെയ്യ്, ഡു വൺ തിങ്. നമുക്ക് വേഗം തിരിച്ചു പോയി അത് എടുത്തുകൊണ്ട് വരാം. ലെറ്റ് us quickly go back and bring it. ഉടനെ മുതല ഒരു യു ടേൺ എടുത്ത് തിരിച്ച് യാത്രയായി. ഉടനെ, സൂൺ, മുതല ഒരു യു ടേൺ എടുത്തു, അല്ലെ? ദ ക്രോക്കഡൈൽ took a U-turn. എന്നിട്ട് തിരിച്ച് യാത്രയായി. ആൻഡ് ഹെഡഡ് ബാക്ക്. ഹെഡ് എന്ന് പറഞ്ഞാൽ തല എന്ന് മാത്രമല്ല അർത്ഥമുള്ളൂ. ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിശയിൽ മുന്നോട്ട് പോകുന്നതിന് ഹെഡ് എന്ന് പറയും. അപ്പോൾ ഹെഡഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ച് യാത്രയായി. അവർ കരയ്ക്ക് അടുത്തെത്തിയ ഉടനെ കുരങ്ങൻ മരത്തിലേക്ക് പാഞ്ഞു കയറി. കരയ്ക്ക് അടുത്ത് എത്തിയ ഉടനെ എന്ന് പറയാനായിട്ട് as soon as എന്ന പ്രയോഗം നമുക്ക് ഉപയോഗിക്കാം. as soon as they reached near the shore. കരയ്ക്ക് അടുത്തെത്തിയ ഉടനെ. ഷോർ എന്ന് പറഞ്ഞാൽ തീരം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബാങ്ക് എന്ന്, അത് തന്നെയാണ് ഇവിടെ ഷോർ എന്ന വാക്കിന്റെ അർത്ഥം. കുരങ്ങൻ എന്ത് ചെയ്തു? മരത്തിലേക്ക് പാഞ്ഞു കയറി. The monkey leaped on to the leap എന്ന് പറഞ്ഞാൽ പായുക, കുതിക്കുക എന്നൊക്കെയാണ്. അപ്പൊ leaped on to the tree എന്ന് പറഞ്ഞാൽ മരത്തിലേക്ക് പാഞ്ഞു കയറി, ചാടിക്കയറി എന്നൊക്കെയാണ്. As soon as they reached near the shore, the monkey leaped on to the tree. ദുഷ്ട, you wicked, ഞാൻ നിനക്ക് ചെയ്ത ഉപകാരത്തിന് നീ ഇങ്ങനെയാണോ എനിക്ക് പകരം ചെയ്യുന്നത്? Is this how you repay me? ഞാൻ നിനക്ക് ചെയ്ത ഉപകാരത്തിന്. For the favor I did to you. Favor എന്ന് പറഞ്ഞ ഉപകാരം. Is this how you repay me? For the favor I did to you. Repay എന്ന് പറഞ്ഞാൽ പകരം കൊടുക്കുക, പകരം ചെയ്യുക എന്നൊക്കെയാണ്. The monkey asked. കുരങ്ങൻ ചോദിച്ചു. I don't want to see you anymore. എനിക്കിനി നിന്നെ കാണണ്ട. പഴങ്ങൾ തിന്നുകൊണ്ട് കുരങ്ങനോടൊപ്പം പുഴക്കരയിൽ ചെലവഴിച്ച ആ നല്ല നാളുകൾ ഓർത്ത് മുതല ദുഃഖത്തോടെ വീട്ടിലേക്ക് മടങ്ങി. കുറച്ച് വലിയ സെന്റൻസ് ആണ്, സാരമില്ല. ഇവിടെ മുതല ദുഃഖത്തോടെ വീട്ടിലേക്ക് മടങ്ങി എന്നതാണ് പ്രധാന കാര്യം. അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അത് നമുക്ക് ആദ്യം പറയാം. ഓർത്ത്, റിമെമ്പറിങ്, എന്ത്? കുരങ്ങനോടൊപ്പം ചെലവഴിച്ച ആ നല്ല നാളുകൾ. Those fine days spent with the monkey. എങ്ങനെ? പുഴക്കരയിൽ പഴങ്ങൾ തിന്നുകൊണ്ട്, അല്ലെ? ഈറ്റിംഗ് ഫ്രൂട്ട്സ് ഓൺ ദ റിവർ ബാങ്ക്. റിവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ പുഴക്കര, പുഴയുടെ തീരം എന്നാണ്. റിവർ ഷോർ എന്നും നമുക്ക് പറയാം. റിമെമ്പറിംഗ് ദോസ് ഫൈൻ ഡേയ്സ് സ്പെൻഡ് വിത്ത് ദ മങ്കി ഈറ്റിംഗ് ഫ്രൂട്ട്സ് ഓൺ ദ റിവർ ബാങ്ക്. മുതല എന്ത് ചെയ്തു? സങ്കടത്തോടെ, ദുഃഖത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ദ ക്രോക്കഡൈൽ റിട്ടേൺഡ് ഹോം സാഡ്ലി. അപ്പോൾ റിമെമ്പറിംഗ് those fine days spent with the monkey eating fruits on the river bank, the crocodile returned home sadly. ഇതാണ് കഥ. അപ്പോൾ ഈ കഥയുടെ ഗുണപാഠവും മറ്റ് അഭിപ്രായങ്ങളും ഒക്കെ ദയവായി കമന്റ്സിൽ എന്നെ അറിയിക്കുക. അതുപോലെ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. മറ്റൊരു തകർപ്പൻ കഥയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.